2024 പല ബ്രാൻഡുകളുടെയും സ്ട്രാറ്റജി മാറിയ രീതിയിലേക്കാണ് പോകുന്നത്. അതായത് ആദ്യത്തെ മാസം തന്നെ നമുക്ക് ഏറെക്കുറെ മനസ്സിലായിട്ടുണ്ട്. ഇപ്പം വൺ ഓഫ് ദ ടോപ്പ് ആന്റിസിപ്പേറ്റഡ് സീരീസുകളിലൊന്നായ റെഡ്മി നോട്ട് സീരീസും റിയൽമി നമ്പർ സീരീസും ഇപ്പം നമുക്ക് മനസ്സിലായി ഏറെക്കുറെ അവരുടെ അവസ്ഥ എങ്ങനെയാണ്. കാരണം പ്രൈസ് ചുമ്മാ കയറ്റി ഒരു 30,000 ആ ഒരു കാറ്റഗറിയിൽ ഉണ്ടെന്നുള്ള രീതിയിലാണ് ആൾക്കാരെ ഇപ്പം അവര് ബോധിപ്പിക്കുന്നത്. അപ്പം ഇതിനകത്ത് നമ്മൾ റിയൽമിയുടെ കാര്യം ഇപ്പം നമ്മൾ തൽക്കാലം പറഞ്ഞില്ല. കാരണം റിയൽമിയുടെ സ്ട്രാറ്റജി എനിക്ക് അങ്ങോട്ട് പിടികിട്ടുന്നില്ല. കാരണം അവരെന്ത് സ്ട്രാറ്റജിയാണ് ഉദ്ദേശിക്കുന്നത് വ്യക്തമായിട്ടില്ല. പക്ഷെ റെഡ്മിയുടെ സ്ട്രാറ്റജി നമുക്ക് ഏറെക്കുറെ മനസ്സിലായി. അപ്പം അതിനെപ്പറ്റിയാണ് നമ്മൾ ഈ ഒരു വീഡിയോ ഡിസ്കസ് ചെയ്യുമ്പോൾ. ഞാൻ ഓൾറെഡി ഈ ഒരു ടോപ്പിക്കിനെ പറ്റി ഒരു വീഡിയോ കുറച്ച് നാൾ മുമ്പ് പറഞ്ഞായിരുന്നു. അപ്പം എന്തുകൊണ്ടാണ് റെഡ്മി നോട്ട് സീരീസിന്റെ റേറ്റ് കൂടുതലും പോക്കോയുടെ സീരീസ് റേറ്റ് കുറവും, എന്നാൽ ഇവർ തമ്മിൽ കോമ്പറ്റീഷനിലും വരുന്നുണ്ട്. എന്നാൽ റെഡ്മിയുടെ ഈ പറഞ്ഞ ഫോൺസിനൊക്കെ ഫീച്ചേഴ്സിൽ തന്നെ ഒരു വ്യത്യാസവും എന്തുകൊണ്ട് ഹൈ പ്രൈസിലാക്കുന്നു, ഇങ്ങനെ കുറെ ചോദ്യങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ കാണും. പിന്നെ സ്വാഭാവികമായിട്ടും ഞാനും നോക്കിക്കൊണ്ടിരുന്ന ആ ഒരു വാല്യൂ ഫോർ മണി എവിടെ പോയി എന്നുള്ള ഒരു കാര്യം കൂടെ. ഇതെല്ലാം നമുക്ക് ഇതിനകത്ത് ചർച്ച ചെയ്യാവുന്നതാണ്. ഇതൊക്കെ കിട്ടിയ ഡേറ്റാസ് വെച്ചുള്ളതാണ്. അതായത് 100% ആക്യുറേറ്റ് എന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ ഞാൻ ആലോചിച്ചിട്ട് ഇതൊക്കെ ശരിയായിരിക്കും ഒരു പരിധി വരെ. അപ്പോൾ നമുക്ക് തുടങ്ങിയേക്കാൻ മതി. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതെ സബ്സ്ക്രൈബ് ചെയ്യണം. എനിവേ നമുക്ക് തുടങ്ങാം. സോ ഹിസ്റ്ററി ഞാൻ വലുതായിട്ട് പറഞ്ഞില്ല. എനിക്ക് വേണമെങ്കിൽ ഹിസ്റ്ററിയൊക്കെ പറഞ്ഞ് വേണമെങ്കിൽ 10-15 മിനിറ്റ് ആക്കാം. കാരണം ഹിസ്റ്ററി ജസ്റ്റ് അറിയാം. മാർക്കറ്റ് ഇവിടെ വളരെ ശോകമായിരുന്നു. മൈക്രോമാക്സ് രാജാവ് വരുന്ന കാലഘട്ടം പെട്ടെന്ന് റെഡ്മി നോട്ട് സീരീസ് വരുന്നു. വളരെ റേറ്റ് കുറവിൽ ഹൈ സ്പെസിഫിക്കേഷൻ വെച്ച് ഒരു ഫോൺ സീരീസ് ഇറക്കുന്നു. പതിയെ ആൾക്കാർ മേടിക്കുന്നു, പ്രചാരത്തിലേക്ക് വരുന്നു, അടുത്തടുത്ത സീരീസുകൾ ഇറക്കുന്നു. അങ്ങനെ നോട്ട് സീരീസ് ഹിറ്റാവുന്നു. 7 Pro ഹിറ്റായി, 8 Pro ഹിറ്റായി, തുടരെ ഹിറ്റ് അടിച്ച് 10 Pro ലാസ്റ്റ് ഏറ്റവും ഹെവി ഹിറ്റായത് 10 Pro സീരീസ് ആണ്. അതോടുകൂടെ റെഡ്മി പതുക്കെ ഒരു ഈ ഇന്ത്യയിലെ തന്നെ ഫസ്റ്റ് റാങ്കിങ്ങിലേക്ക് വന്ന ബ്രാൻഡായി. സിമിലർലി പോക്കോ വന്നു, പോക്കോ F1 വന്നു. F1 കഴിഞ്ഞ് കുറെ നാൾ കഴിഞ്ഞ് പോക്കോ ബ്രാൻഡായിട്ട് വന്നു. X3 Pro എന്ന് പറഞ്ഞ മദർ ബോർഡ് ഹീറോ വന്നു. അങ്ങനെ പോക്കോയും ഇങ്ങനെ ജീവിച്ചു വരും. സോ ഇവരുടെ എല്ലാം കോമൺ, ഞാൻ ഈ പറഞ്ഞതിനകത്തുള്ള ഒരു കോമൺ കാര്യം എന്ന് പറയുന്നത് ഹൈ സ്പെസിഫിക്കേഷൻ, ലോ പ്രൈസ്. അതായത് മോർ യൂണിറ്റ് വിറ്റാൽ ഇവർക്ക് ലാഭം കിട്ടുള്ളൂ. 20,000 രൂപയുടെ ഒരു ഫോണിന് അവർക്ക് തുച്ഛമായൊരു ലാഭമേ ഉള്ളൂ. ഒരു ഫോണിൽ നിന്ന് ഒരു 10-100 ഫോൺ ഒരുമിച്ച് വിൽക്കുമ്പോഴാണ് ഇവർക്ക് ലാഭം ആക്ച്വലി വരുന്നത്. പാരലി പല ബ്രാൻഡുകൾ ഇവിടെ വരുന്നുണ്ട്. പക്ഷേ മോട്ടോയും ഈ പറഞ്ഞ IQ, ഇൻഫിനിക്സ് തുടങ്ങിയ ബ്രാൻഡുകളൊക്കെ പഴയ റെഡ്മി റിയൽമി സ്ട്രാറ്റജിയിലേക്കാണ് പോകുന്നത്. അതായത് റേറ്റ് കുറച്ച് സ്പെസിഫിക്കേഷൻ കൂട്ടി. അതുകൊണ്ട് തന്നെ ഓൺലൈനിൽ അവർ കയറുന്നുണ്ട്. ഇനി നമുക്ക് റെഡ്മിനെ പറ്റി കുറച്ചുകൂടെ കാര്യമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഞാനിപ്പോൾ പറഞ്ഞതെല്ലാം ഹിറ്റായ കാര്യങ്ങളാണ്. അതായത് നോട്ട് സീരീസ് വരുന്നു, നോട്ട് 10 Pro വരുന്നു, ശേഷം 11 Pro Plus വലിയ കുഴപ്പമില്ലാതെ ഇരിക്കുന്നു. 12 വന്നപ്പോൾ റെഡ്മിയുടെ ഡൗൺഫോൾ ആണ് നമ്മൾ കണ്ടത്. അതായത് റെഡ്മി എന്ന് പറഞ്ഞ കമ്പനി അവർ ഇറക്കിക്കൊണ്ടിരുന്ന രീതിയിലുള്ള ഫോൺസുകൾ അല്ലാത്ത ഒരു രീതിയിൽ ഇറക്കാൻ തുടങ്ങി. അതായത് ഈ നോട്ട് 12 Pro സീരീസ് വന്നു. ആ ഒരു സമയത്ത് തന്നെ MIUIനെ പറ്റി അത്യാവശ്യം നല്ല ഹീറ്റായി. കാരണം ആ ഒരു സോഫ്റ്റ്വെയർ ഈവൻ യൂസ് ചെയ്യുന്നവർക്ക് തന്നെ വലിയൊരു ഒരു ഒഴിയാവാതെ ആയിക്കൊണ്ടിരിക്കുകയാണ് MIUI. കാരണം ഭയങ്കര ബഗ്സ്, ഭയങ്കര പ്രശ്നം. ഈവൻ ഇവരുടെ പഴയ ഫോണുകൾക്ക് മദർ ബോർഡ് ഇഷ്യൂസ്, ഇങ്ങനെ കുറെ ഹീറ്റ് വന്നപ്പം താരതമ്യേന റെഡ്മിയുടെ സെയിൽസ് കുറഞ്ഞു. നല്ലൊരു ഡൗൺഫോളിലേക്ക് അവർ വീണു. കൂടാതെ ഇവരുടെ മെയിൻ പവർ ആയിരുന്ന ഓൺലൈൻ ഈ പറഞ്ഞ യൂണിറ്റ്, അതായത് ഓൺലൈനിലായിരുന്നു ഇവർ കൂടുതൽ സെയിൽ നടത്തിക്കൊണ്ടിരുന്നത്. ആ ഓൺലൈൻ സെയിൽസിലും കുറയാൻ തുടങ്ങി. ഇവരുടെ ഫോണുകളുടെ വിറ്റ് വരവ് വളരെ കുറയാൻ തുടങ്ങി. ഇനി ഇതിനകത്ത് വേറൊരു കാരണം കൂടെ. ഇത് ആ ഒരു ബ്രാൻഡിന്റെ കുറെ മിസ്റ്റേക്ക് കൊണ്ടാണ്. രണ്ടാമത്തെ കാര്യം പറഞ്ഞാൽ അതൊരു അഭിമാനിക്കേണ്ട കാര്യമാണോ അതോ ദുരഭിമാനിക്കേണ്ട കാര്യമാണോ എന്ന് എനിക്കറിയത്തില്ല. കാരണം നിലവിലെ അവസ്ഥ വെച്ച് സങ്കടവും തോന്നും, പണ്ടത്തെ അവസ്ഥ വെച്ച് നല്ലതായിട്ടും തോന്നും. റെഡ്മി റിയൽമി എസ്പെഷ്യലി എടുത്തു പറയുകയാണെങ്കിൽ അവർ പണ്ടിറക്കിയ ഫോൺസ് വളരെ നല്ലതായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ പണ്ടിറക്കിയ ഫോൺസ് ഒരു യൂസർ മേടിച്ച് കഴിയുമ്പോൾ 4-5 വർഷം യൂസ് ചെയ്തതിന് ശേഷമേ അവർ വേറെ ബ്രാൻഡിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ ഈ പറഞ്ഞ ബ്രാൻഡിൽ വേറെ ഫോണിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുള്ളൂ. അതായത് ഒരു 4 വർഷത്തിന് ഡിലേ ടൈം ഓരോ യൂസേഴ്സിനും കിട്ടി. കാരണം പണ്ടത്തെ ഫോൺസ് നല്ലതായിരുന്നുകൊണ്ട് അത് 4 വർഷം നിൽക്കുമായിരുന്നു. ഇപ്പം അവരുടെ സ്ട്രാറ്റജി അവർ നോക്കിയപ്പോൾ ശരി ആരും ഫോൺ മേടിക്കുന്നില്ല. ഇപ്പം ഞാൻ ഒരു ഫോൺ മേടിച്ച് ഞാൻ 4-5 വർഷം യൂസ് ചെയ്തുകൊണ്ടിരുന്ന ആ 4-5 വർഷത്തേക്ക് എന്നെ വേറൊരു ബ്രാൻഡിൽ എന്നെ ഒരു ഫോൺ മേടിപ്പിക്കാൻ പറ്റില്ല. കാരണം എന്റെ ഫോൺ വർക്കിംഗ് ആണ്. എന്റെ ഫോൺ അടിച്ചു പോയാൽ മാത്രമേ അവരുടെ പ്രോഫിറ്റ് കൂടുള്ളൂ, അല്ലെ അവരുടെ സെയിൽ കൂടുള്ളൂ. അപ്പം പ്രശ്നം എന്താ വെച്ചാൽ ഇവർ ഇറക്കിയ ഫോൺസ് എല്ലാം നല്ലതായിരുന്നുകൊണ്ട് ആ ഒരു ഫോൺസുകൾ കുറെ ആൾക്കാർ യൂസ് ചെയ്തു. എന്റെ ഫോണിന് കുഴപ്പമില്ല, അതുകൊണ്ട് ഞാൻ അപ്ഗ്രേഡ് ചെയ്യുന്നില്ല. അത് ഇവർക്ക് പറയാം. കാരണം ഇവരുടെ ഫോൺസ് വിറ്റ് പോകുന്നില്ല. സോ ഈ ഒരു പ്രശ്നം ഉണ്ട്, അതിന്റെ കൂടെ തന്നെ ഉണ്ട്. അപ്പം ഷൗമിയുടെ ഈ പറഞ്ഞ അവരുടേതായ പ്രശ്നവും യൂസേഴ്സിന്റെ ഒക്കെ പ്രശ്നം കാരണം സെയിൽസ് വളരെ കുറഞ്ഞു. ഇനി വേറൊരു ചോദ്യം എന്ന് പറഞ്ഞത്, ഒരു ബ്രാൻഡ് സക്സസ് ആകാൻ ഓൺലൈനാണോ അതോ ഓഫ്ലൈനിലാണോ കൂടുതൽ ഫോൺസ് വിൽക്കേണ്ടത് എന്നുള്ള ഒരു ചോദ്യമുണ്ട്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറയുന്നത്, നിങ്ങൾ എപ്പം സ്മാർട്ട് ഫോൺ റാങ്കിങ് നോക്കിയാലും ബ്രാൻഡ് റാങ്കിങ് നോക്കിയാലും സാംസങ് ഫസ്റ്റ് ആണ്. കാരണം ഓഫ്ലൈൻ ആണ് സാംസങ്ങിന്റെ ഏറ്റവും മെയിൻ സ്ഥലം. ഈവൻ വിവോയും ഒപ്പോയും വരെ ആ ലിസ്റ്റിൽ കാണും. കാരണം ഓഫ്ലൈൻ ആണ് ഏറ്റവും പ്രധാനപ്പെട്ട മാർക്കറ്റ്. അപ്പം ഞാനിപ്പോൾ ഓൺലൈനിൽ ഇരുന്ന് പറയും
എന്താ ഓഫ്ലൈൻ ഫോൺ മേടിക്കരുതെന്ന് പറയാം. പക്ഷേ നമ്മൾ ഈ പറഞ്ഞ ഈ സോഷ്യൽ മീഡിയയിൽ ഇല്ലാത്തവർ ഓഫ്ലൈനിൽ ഫോൺ മേടിക്കുകയുള്ളൂ. ഈവൻ കുറേ ആൾക്കാർ ഫോൺ ഒരു കടയിൽ പോയിട്ട് അതിന് എക്സ്പീരിയൻസ് ചെയ്തിട്ട് മേടിക്കാനാണ് താല്പര്യം, അല്ലാതെ ഓൺലൈൻ ഈ പറഞ്ഞ സ്പെസിഫിക്കേഷൻ വാചകം അടിച്ചിട്ട് കേൾക്കാനല്ല. അതുകൊണ്ട് തന്നെ ഓഫ്ലൈൻ എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരു സാധനമാണ്. ഷവോമി എന്ന് പറഞ്ഞ ബ്രാൻഡ് പതുക്കെ കൊണ്ടുവന്നെങ്കിൽ ഓഫ്ലൈനിൽ അവർ പതിയെ സെറ്റായി. ഇപ്പം ശരി ഓഫ്ലൈൻ സ്റ്റോഴ്സ് ഉണ്ട്, പക്ഷേ എന്നാലും ഓഫ്ലൈൻ ഒരു ക്ലച്ച് പിടുത്തം അങ്ങനെ മെയിൻ ആയിട്ട് വന്നില്ല. കുറച്ചാൾ കഴിഞ്ഞ് ക്ലച്ച് പിടിച്ച് വന്നപ്പോഴാണ് ഇവർ ടോപ്പ് 1 ആയത്. അത് കഴിഞ്ഞ് ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ കാരണം താഴോട്ട് പോയി. അപ്പോൾ ഇവർ കണ്ടത് ഓഫ്ലൈനിലും സെയിൽസ് കുറയുന്നുണ്ട്. അപ്പോൾ ഇവരെന്ത് ചെയ്തു, ഓഫ്ലൈന് വേണ്ടി തന്നെ റെഡ്മിനെ മാറ്റാൻ ഒരു തീരുമാനം വെക്കുകയാണ്. അതാണ് നമ്മൾ ഈ നോട്ട് സീരീസ് കാണുന്നത്. അതായത് ഓഫ്ലൈനിൽ ഒരു ഫോൺ വിൽക്കണമെന്നുണ്ടെങ്കിൽ പ്രധാനമായിട്ടും വായ്ത്തളം വേണം. അതായത് കാണു ബ്രോ, ഇതിന്റെ ലുക്ക് കണ്ടില്ലേ, ഇത് അങ്ങനെയാണ്, ഇതിനകത്ത് ഈ പറഞ്ഞ ഫീച്ചർ ഒന്നും പറഞ്ഞു 200 മെഗാ പിക്സൽ തള്ളി വെച്ചിട്ടുണ്ട്. ഇത്രയൊക്കെ പറയുമ്പോൾ തന്നെ നമ്മൾ മേടിക്കും. അതായത് പ്രധാനമായിട്ട് വേണ്ടത് ഡിസൈൻ. ഓഫ്ലൈനിൽ ഫോൺ വിറ്റുപോകാൻ ഡിസൈൻ വേണം. നിങ്ങൾ നോക്കിയാൽ മതി, റെഡ്മി നോട്ട് സീരീസും നോക്കിയാൽ മതി, എല്ലാത്തിനും കിടിലൻ ഡിസൈനാണ്. രണ്ടാമത്തെ സാധനം IP റേറ്റിംഗ്, കേർവ്ഡ് ഡിസ്പ്ലേ. കാണാൻ നേരത്ത് അതായത് ഇനീഷ്യൽ ലുക്കിൽ തന്നെ നമ്മൾ ഈ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്നൊക്കെ പറയുന്ന പോലെ അതുപോലെ നമ്മൾ നോക്കുമ്പോൾ തന്നെ ആ ഒരു ഫോൺ മേടിക്കാൻ തോന്നുക. അതാണ് ഈ പറഞ്ഞ ഓഫ്ലൈൻ്റെ സ്ട്രാറ്റജി. അപ്പം സിമിലർലി റെഡ്മി നോട്ട് സീരീസ് ഡിസൈൻ ചെയ്തേക്കുന്നത് അങ്ങനെയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ആ ഒരു ഫോണിൻ്റെ ഡിസൈൻ അടിപൊളിയാണ്. ഈവൻ റിയൽമി അങ്ങനെയാണ്, അത് പോട്ടെ. അപ്പം സെയിം സ്ട്രാറ്റജി ആയിരിക്കാം. അപ്പോൾ ഇത് അവർ കുറച്ച് കാര്യമായിട്ട് എടുക്കാൻ തുടങ്ങി. അപ്പോൾ എന്ത് ചെയ്തു, ഇവരിറക്കുന്ന എല്ലാ ഫോൺസും ഓഫ്ലൈൻ സെൻട്രിക്കിലേക്ക് ഇവർ തന്നെ പതിയെ കൺവേർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 30,000 രൂപയുടെ ഫോൺ വെച്ചതിൻ്റെ കാര്യം അത് ഓഫ്ലൈനിൽ പെർഫെക്റ്റ് പ്രൈസിംഗ് ആണ്. ഇവിടെ ഓൺലൈനിൽ കയറ്റി വെക്കുന്ന പ്രൈസ് ഓഫ്ലൈനിൽ പെർഫെക്റ്റ് ആണ്. കാരണം കോമ്പറ്റീഷൻ നമുക്ക് വിവോയും കൊപ്പോയും ഒക്കെയാണ്. വിവോയുടെയും കൊപ്പോയുടെയും ആ ഒരു സാധനത്തിലും വളരെ ഭേദമാണ് റെഡ്മിയുടെ ഓഫ്ലൈൻ ഈ പറഞ്ഞ ഫോൺസ് എന്ന് പറഞ്ഞത്. അതിപ്പോൾ എന്നോട് ചോദിച്ചാൽ ഞാൻ അതേ പറയുള്ളൂ. കാരണം ഞാൻ വിവോയും കൊപ്പോയും എടുക്കാൻ പറയത്തില്ല. പകരം ഞാൻ ഈ ബഡ്ജറ്റ് ഫോൺസിൻ്റെ കാര്യം കേട്ടോ, പകരം ഞാൻ ഷവോമി അല്ല റിയൽമി എടുക്കാനേ പറയുള്ളൂ. കടയിൽ നിന്ന് മേടിക്കുകയാണെങ്കിൽ സാംസങ് ആണെങ്കിലും സാംസങ് ഞാൻ സജസ്റ്റ് ചെയ്യത്തില്ല. അപ്പോൾ സംഭവം ഇതാണ്, ഓഫ്ലൈനിലേക്ക് പതുക്കെ കാല് വെക്കാൻ വേണ്ടി ഓഫ്ലൈനും ഓൺലൈനും മാച്ച് ചെയ്യുന്ന ഒരു പ്രൈസാണ് ഇവർ ഇപ്പോൾ ഇടുന്നത്. അതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിന് ഇവർ കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന ഡിസൈന് തുടങ്ങിയ കാര്യം, IP റേറ്റിംഗ്, കേർവ്ഡ് ഡിസ്പ്ലേ, ഇങ്ങനെ കുറച്ച് കാര്യങ്ങളാണ്. അതായത് ആ ഒരു ഫോണിന്റെ ലുക്കിൽ എങ്ങനെ നമുക്ക് വീഴ്ത്താം. പിന്നെ 200 മെഗാ പിക്സൽ എന്ന് പറഞ്ഞ ആ ഒരു സാധനം, 200 എന്ന് പറയുമ്പോൾ തന്നെ കുറേ പേര് വീഴും, കൊള്ളാമല്ലോ എന്നുള്ളൊരു സ്ട്രാറ്റജി. അപ്പം പതിയെ പ്രൈസ് കൂട്ടി. ഇനി 30,000 രൂപ ആ ഒരു പ്രൈസിലേക്ക് വന്നു. കുറേ പേര് ഒപ്പോസ് ചെയ്തു, വളരെ ശരിയാണ്. കൂടാതെ ഈ 30,000 രൂപയ്ക്ക് വേറൊരു കഥയും കൂടെ ഉണ്ട്. അതായത് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, 20,000 രൂപയ്ക്ക് ഒരു ഫോൺ ഇറക്കി കഴിഞ്ഞാൽ അവർക്ക് വളരെ തുച്ഛമായ ലാഭമാണ്. അത് പല യൂണിറ്റ് വിറ്റ് 20,000 രൂപയ്ക്ക് ഒരു ഫോൺ വിൽക്കുമ്പോൾ ഇവർക്ക് ലാഭം കുറവാണ്. പക്ഷേ 30,000 അല്ലെങ്കിൽ 35,000 രൂപയ്ക്ക് ഒരു ഫോൺ ഇവർക്ക് വിറ്റ് കഴിഞ്ഞാൽ ആ ഒരു ഫോണിൽ നിന്ന് തന്നെ ഇവർക്ക് താരതമ്യേന കുറേ കൂടെ ലാഭം കിട്ടും. അതായത് റേറ്റ് കൂടിയ ഫോണുകൾക്ക് നമുക്ക് കൂടുതൽ ലാഭം കിട്ടും. സോ ഈ പറഞ്ഞ ബ്രാൻഡുകൾ നല്ല ഫോൺ എന്ന് പറയുന്നത് പോട്ടെ, കൂടുതൽ യൂണിറ്റും വിൽക്കേണ്ട എന്നുള്ള മൈൻഡിൽ കൂടുതൽ കാശ് വേണം എന്നുള്ളൊരു മൈൻഡ്. സ്വാഭാവികമായിട്ട് ഒരു ബിസിനസിന്റെ ഏറ്റവും വലിയ എയിം എന്ന് പറയുന്നത് കാശാണ്. കൂടുതൽ കാശ് ഉണ്ടാക്കാൻ വേണ്ടി എന്ത് ചെയ്യുന്നു, ഇവർ ഈ പറഞ്ഞ റേറ്റ് കൂട്ടി ആ ഒരു ഫോണിൽ നിന്ന് പ്രോഫിറ്റ് എടുക്കാൻ വേണ്ടി ഇവർ റേറ്റ് കൂട്ടുന്നു. അതുകൊണ്ട് ഒക്കെ തന്നെയാണ് റെഡ്മി നോട്ട് സീരീസ് ഇത് ഇത്രയും കയറി നിൽക്കുന്നത്. അപ്പം ഞാൻ ഉൾപ്പെടെയുള്ള കുറേ പേര് ഇതിനെ എതിർക്കുന്നുണ്ടെങ്കിലും താരതമ്യേന ഒരു 2-3 വർഷം ഈ തുടർച്ചയായിട്ട് ഈ ഒരു പാറ്റേൺ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഉൾപ്പെടെ കാര്യമാക്കാതെ വരും. അതായത് നമ്മൾ ഇപ്രാവശ്യം ഈ പറഞ്ഞ പോലെ ഇങ്ങനെ നിന്ന് കഴിഞ്ഞ് അടുത്ത പ്രാവശ്യം ഇങ്ങനെ നിൽക്കുന്നു, പിന്നെ ബലം കുറഞ്ഞ് അവസാനം നമ്മളത് അക്സെപ്റ്റ് ചെയ്യും. അതായത് ഇവരിങ്ങനെയാണ്, റെഡ്മി ഇങ്ങനെ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവരും ജയിച്ചു. കാരണം പിന്നെ ആൾക്കാർ ആ ഒരു മൈൻഡിൽ എക്സ്പെക്ട് ചെയ്തേ പോയി ഈ പറഞ്ഞ പോലെ ഫോൺ എടുക്കുകയുള്ളൂ. എന്തായാലും ഇതാണ് സംഭവം. അതായത് നമ്മൾ ഈ പറഞ്ഞ കുറേ നാൾ ഇപ്പോൾ ചാർജറിന്റെ കാര്യം ഇപ്പം ഞാൻ പറയുന്നില്ല, എനിക്കറിയാം കുറേ ബ്രാൻഡുകൾ ചാർജർ കൊടുക്കുന്നില്ലെന്ന്. ആദ്യമേയൊക്കെ നല്ല രീതിയിൽ ക്രിട്ടിസൈസ് ചെയ്യുമായിരുന്നു. തുടരെ നമ്മൾ യൂസ്ഡ് ആയി, ചാർജർ ഇല്ല, അത് നമ്മൾ അംഗീകരിക്കാൻ തുടങ്ങി. സെയിം സ്ട്രാറ്റജി ഇവർ ഫോളോ ചെയ്യും. അപ്പോൾ ഇതാണ് റെഡ്മി ഇപ്പം പ്രൈസ് മാറ്റുന്ന ഒരു പരിപാടിയിലേക്ക് എത്തിയേക്കുന്നത്. ഇനി എൻ്റെ ഒരു ഒപ്പീനിയനിൽ ഈ ഒരു കാര്യത്തിന് എൻ്റെ ഒരു ഒപ്പീനിയൻ എന്ന് പറയുന്നത് ഇത് മോശമാണ്. കാരണം ബ്രാൻഡിന് വേണ്ടത് കാശാണ്, പക്ഷെ നമുക്ക് വേണ്ടത് നല്ല ഫോണാണ്. അപ്പോൾ ആ ഒരു സാധനം വെച്ച് തമ്മിൽ കോൺട്രഡിക്ഷൻ ആണ്. അതായത് ശരിയാകത്തില്ല, അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ തുടരെ നമ്മളെല്ലാം അക്സെപ്റ്റഡ് ആയിപ്പോവും. ഈ ഒരു നമ്മൾ ഈ പറഞ്ഞ ഈ ഒരു പപ്പറ്റ് സിസ്റ്റം പോലെ ആയിപ്പോവും. അവർ തീരുമാനിക്കും, നമ്മൾ അംഗീകരിക്കുന്നു, ആ ഒരു റേഞ്ച് ആവും. അതായത് നമ്മളിങ്ങനെ ഒരു രാജാവിൻ്റെ കീഴിലുള്ള ആൾക്കാരെ പോലെ ആയിപ്പോൾ നമുക്കൊന്നും പറയാനില്ല, അതും പക്ഷെ ഒന്നും ചെയ്യാനില്ല. അതാണ് ആ ബിസിനസ്സിൻ്റെ ഒരു പ്രത്യേകത. അതാണ്. ഇനി പാരലി പോക്കോ എന്ത് ചെയ്യുന്നു? നമുക്കൊരു പ്രശ്നം ഒരിടത്തുണ്ടെങ്കിലും അപ്പുറത്തൊരു വെളിച്ചം എന്ന് പറയുന്ന പോലെ പോക്കോ പതുക്കെ റെഡ്മി എന്തായിരുന്നു ആ ഒരു രീതിയിലേക്ക്
കുറച്ചുകൂടെ കൂടുതൽ ഫോക്കസ് ചെയ്യാൻ പോവാണ്. പോക്കോ ഫോൺസിന്റെ എക്സ് സീരീസ് എസ്പെഷ്യലി ഈ വർഷം ഇറക്കിയ ഫോൺസ് നോക്കിയാൽ മതി, പെർഫെക്റ്റ് പ്രൈസിംഗ് ആണ്. നമ്മുടെ വീഡിയോയ്ക്കകത്ത് നമ്മൾ പറഞ്ഞു ഈ പറഞ്ഞ നോട്ട് 13 Pro സെയിം ഫോൺ 26,000 രൂപയ്ക്ക് ഇറക്കിയ സെയിം ഫോൺ തന്നെ റീബ്രാൻഡ് ചെയ്ത് കുറച്ച് മാറ്റം വരുത്തി പോക്കോയുടെ പേരിൽ ഇറക്കിയപ്പോൾ 24,000 23,000 ആണ് പ്രൈസ് വന്നേക്കുന്നത്. അപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും പ്രൈസ് കുറച്ചു, സ്പെസിഫിക്കേഷൻ നല്ല രീതിയിലുണ്ട്. അതായത് പ്രോപ്പർ പണ്ടത്തെ റെഡ്മിയാണ് ഇപ്പോൾ പോക്കോ ആക്കുന്നത്. അതായത് കൺക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ പോക്കോ ഒരു ഓൺലൈൻ സെൻട്രിക് ബ്രാൻഡ് ആക്കുകയും റെഡ്മി പാരലലി ഓഫ്ലൈൻ സെൻട്രിക് ബ്രാൻഡ് ആക്കുകയാണ് ഇവർ ചെയ്യുന്നത്. അപ്പം ഓൺലൈനിൽ ഇനി റെഡ്മി എന്ന് പറയുന്നത്, പണ്ട് നമ്മൾ ഓൺലൈനിൽ റെഡ്മി എന്ന് പറയുന്നതിന് ആയിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പം ഇനി നമ്മൾ പോക്കോ എന്ന രീതിയിൽ ആക്കുവാണ് അവർ. അതായത് ഇനിയിപ്പോൾ ഓൺലൈനിൽ പോയിട്ട് ഷവോമിയുടെ ഏത് ഫോൺ നിങ്ങൾ മേടിക്കുന്നു വെച്ചാൽ ഞാനിപ്പോൾ പറയും പോക്കോ, എല്ലാവരും ഇനിയിപ്പോൾ അതേ പോക്കോ പറയാൻ തുടങ്ങും. കാരണം പോക്കോയാണ് ഇപ്പോൾ സ്പെസിഫിക്കേഷന് നല്ല പ്രൈസിൽ കൊണ്ടുവരുന്നത്. ഓഫ്ലൈനിൽ നിങ്ങൾ ഷവോമിയുടെ ഏത് മേടിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പറയും റെഡ്മി എന്ന് പറയും. കാരണം റെഡ്മിയാണ് ഓഫ്ലൈനിൽ ഇപ്പം ഫീച്ചേഴ്സും പ്രൈസൊക്കെ വെച്ച് വരുന്നത്. സോ ഇവർ തന്നെ ഇവരുടെ സബ് ബ്രാൻഡുകളെ മാറ്റി സെറ്റാക്കാൻ തുടങ്ങി. ഇനി ഷവോമിയുടെ കുറേ ഫോൺസുകൾ, അതായത് ഷവോമി സീരീസ് അറിയില്ല, അത് 14 ഒക്കെ വരുമെന്ന് പറഞ്ഞു. പക്ഷെ അത് വേറൊരു ലീഗാണ്. അതിലേക്ക് മേ ബി റെഡ്മി 30,000 ഫോൺ വെക്കുമ്പോൾ തുടരെ ആൾക്കാർ 50,000 ഈ പറഞ്ഞ ഷവോമിയുടെ ഫോൺ വെച്ചാലും വിറ്റ് പോകുന്ന ഒരു സ്ട്രാറ്റജി ഒരു സെറ്റപ്പ് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവർ 14 സീരീസ് ഇറക്കും. സോ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, പോക്കോ X6 Pro 26,000 ആണ്. അതിന്റെ സ്പെസിഫിക്കേഷൻ കിടിലൻ പ്രൈസിംഗ് ആണ്. എല്ലാം വെച്ച് അത് കറക്റ്റ് ഓൺലൈനിന് വേണ്ടി തന്നെ വെച്ചേക്കുന്ന ഫോൺ പോലെ ഇരിക്കും. പക്ഷെ റെഡ്മി നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, അതിന്റെ പ്രൈസും അതിന്റെ സ്പെസിഫിക്കേഷനും ഓൺലൈൻ രീതിയിലല്ല മാച്ച് ചെയ്യുന്നത്, ഓഫ്ലൈൻ ആയിട്ടാണ്. ആദ്യമേ ഞാൻ പറഞ്ഞു റിയൽമി എന്താ ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. കാരണം റിയൽമി എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് നിങ്ങൾ നോക്കുക. കാരണം അവർക്ക് സബ് ബ്രാൻഡ് ഇല്ല, ഓൾറെഡി അതൊരു സബ് ബ്രാൻഡാണ്. പിന്നെ അവർക്ക് സബ് ബ്രാൻഡ് ഇല്ല, പിന്നെ അവർ ഏത് സീരീസ് എങ്ങനെയാണ് ഇവർ ഡീൽ ചെയ്യുന്നത് അറിയത്തില്ല. മേ ബി നാർസോ ഓൺലൈൻ മറ്റേത് ഓഫ്ലൈൻ, എന്നാലും പ്രൈസ് മാറണം. അവരുടെ സ്ട്രാറ്റജി അതാണ് എനിക്ക് മനസ്സിലാകാത്തത്. പക്ഷേ റെഡ്മിയുടെ നമുക്ക് ക്ലിയർ ഐഡിയ ആണ്. ഇനി ഇതെല്ലാം വെച്ച് ഇവർക്ക് ഗുണം ഉണ്ടായെന്ന് ചോദിച്ചാൽ ഉണ്ടായി. ഓഫ്ലൈനിൽ ഇവർ കൂടുതൽ ഫോക്കസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഓഫ്ലൈൻ സെയിൽസ് വർദ്ധിച്ചു. റെഡ്മി നോട്ട് സീരീസിൻ്റെ സെയിൽസ് വർദ്ധിച്ചു. കാരണം ആ ഒരു ഡിസൈനിൽ തന്നെ ആൾക്കാർ വീണ് ഫോൺ മേടിക്കാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്ട്രാറ്റജി വർക്കിംഗ് ആണ്. സോ ഓഫ്ലൈനിൽ ഇവർ കയറി കഴിഞ്ഞാൽ തന്നെ സാംസങ്ങിന്റെ ഒത്ത രീതിയിൽ, അതായത് ഇപ്പം റാങ്കിങ്ങിൽ ഷവോമി ഇപ്പോൾ സെക്കൻഡോ എന്തോ ആയി, ഫസ്റ്റോ സെക്കൻഡോ എന്തോ ആണ്. അതായത് താരതമ്യേന റാങ്കിങ് ഇവർ കയറി വരികയാണ്. സോ ഏറെക്കുറെ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇവർ കയറി വരികയാണ്. അപ്പോൾ ഇവരുടെ സ്ട്രാറ്റജി വർക്കാണ്. ഇനി തുടരെ റെഡ്മി നോട്ട് 14 സീരീസ് വരുമ്പോഴും ഈ ഒരു പ്രൈസ് ആയിരിക്കും. അതായത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യേണ്ട ഒരു സെറ്റപ്പിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇത് നിങ്ങളെ അറിയിക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ഉത്തരവാദിത്തം. ഇതിനകത്ത് ഒപ്പീനിയൻ ആയിട്ട് നമുക്കൊന്നും ചെയ്യാം. ഇപ്പം ഞാൻ ഒപ്പീനിയൻ പറഞ്ഞ ബ്രാൻഡ് ഒന്നും മാറ്റാൻ പോകുന്നില്ല. സോ നമുക്കറിയാം, സ്വാഭാവികം. ഇപ്പം നിങ്ങൾ ഒപ്പീനിയൻ പറഞ്ഞാൽ ഒരു പരിധി വരെ ഇല്ല. പിന്നെയും വാസ്റ്റ് ആൾക്കാർ പറഞ്ഞാൽ മേ ബി എന്തെങ്കിലുമൊക്കെ ആവും. പക്ഷെ എന്നാലും ഇതാണ് ഇനിയിപ്പോൾ പ്രതീക്ഷയുള്ള ബ്രാൻഡ് IQ മോട്ടോ തുടങ്ങിയ ബ്രാൻഡാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് റിയൽമിയുടെ ഞാൻ നോക്കേണ്ട സ്ട്രാറ്റജി. കുറച്ച് പഠിച്ചിട്ട് ഞാൻ വീഡിയോ ചെയ്യാൻ നോക്കാം. എന്തായാലും ഇതാണ് റെഡ്മി പോക്കോ കഥ. നിങ്ങൾക്കും എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. അതായത് ഞാൻ പറഞ്ഞ ആ ഒരു ഡേറ്റാസ് ഒക്കെ വെച്ച് ഞാൻ പറഞ്ഞ വ്യൂ പോയിന്റ്സ് ആണോ നിങ്ങളുടെയും വ്യൂ പോയിന്റ്, അതോ നിങ്ങൾക്ക് ഇതിനകത്ത് എതിർപ്പുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് എല്ലാവർക്കും